ഡോക്ടർ ജോളി തോംസൺ, കൺസൾട്ടൻ്റാണ്, ലൈഫ് കെയർ സെൻറ്റർ തേവര ഫോർ റിവേഴ്സിങ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഞാൻ ബേസിക്കലി പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഞാൻ 81 ബാച്ചാണ്. അത് കഴിഞ്ഞിട്ട് MD തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു. ഞാൻ കൂടുതൽ സ്പെഷ്യലൈസേഷൻ ഒക്കെ ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് മെഡിസിനിലായിരുന്നു. അതിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഈ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ പ്രഗ്നൻറ്റ് പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യുമ്പം അവർക്ക് ആ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനും. അപ്പം മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഇന്ന് പല ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യാലിറ്റി ഇതുണ്ടെങ്കിലും എല്ലാം ഡിവൈഡഡ് ആയിട്ട് പോവുകയാണ്. അപ്പം ഒന്നിനും ഒരു പരിഹാരമാകുന്നില്ല. എന്നും മരുന്നുകൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഡയബറ്റീസ് ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ഒരിക്കൽ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്ന്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആകുന്നത് കാണാറുണ്ട്. അതുപോലെ ഇൻഫെർട്ടിലിറ്റിയിലൊക്കെ ആണെങ്കിൽ 4ഉം 5ഉം പ്രാവശ്യം IVF ഒക്കെ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകാത്തവരും അതുപോലെ റിപ്പീറ്റഡ് അബോർഷനുള്ള പേഷ്യൻസിനും ഒക്കെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് വേറെ ഒരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ കൺസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാനും, അതുപോലെ ഈ CSLC ക്യാപ്പ് എന്ന, അതായത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോകോൾ എന്നൊരു ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജി തന്നെ ഡെവലപ്പ് ചെയ്യാനും കാരണം, നമ്മൾ ആഫ്റ്റർ കോവിഡ്, ശരിക്കും കോവിഡ് കാലത്താണല്ലോ നമ്മൾ ഏറ്റവും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രോബ്ലം ഉള്ളവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോബ്ലം വന്നത്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ കോവിഡ് നമ്മൾ ഞാൻ ബാക്കി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റും ഒക്കെ മാറ്റിവെച്ച് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസിനാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.